ഹായ് ഫ്രണ്ട്സ്, അബീസിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. കാരണം നമ്മുടെ ഈ പുറകിൽ തന്നെ മച്ചാനുണ്ടല്ലോ, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ നമ്മുടെ ഷെഫീൽഡ് ഹാലത്തിൽ പഠിച്ചാണ്. എൻ്റെ വൈഫിൻ്റെ ക്ലാസ്മേറ്റ് കൂടെയാണ്. ഇന്ന് ഇവിടെ ഇന്ന് ഇവിടെ മാഞ്ചസ്റ്ററിൽ സ്പോൺസർഷിപ്പോട് കൂടി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അതായത് റോബോട്ടിക്സിൽ, അതായത് ടെക്നിക്കൽ ഫീൽഡ് കോഴ്സ് എടുത്ത് UK തന്നെ, അതായത് ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ആ ഒരു സൈഡ് എടുക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. എങ്ങനെയാണ് ഇവിടെ ടെക്നിക്കൽ സൈഡിലൊരു ജോബ് കിട്ടുന്നത്, വിത്ത് എക്സ്പീരിയൻസും വിത്തൗട്ട് എക്സ്പീരിയൻസും, അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ പിക്ചറാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകണം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഹായ്, എൻ്റെ പേര് രാഹുൽ. ഞാൻ 2022 ജാനുവരി ബാച്ചാണ്. ഞാൻ ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റേഴ്സ് ഇൻ റോബോട്ടിക്സ് കൺട്രോൾ ആൻഡ് ഓട്ടോമേഷനാണ് പഠിച്ചത്. ഇപ്പോൾ ഷോൾട്ടോ ഓട്ടോമേഷൻ എന്ന കമ്പനിയിലെ മൾട്ടി സ്കിൽഡ് മെയിൻ്റനൻസ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. രാവിലെ ആ കമ്പനി ഏത് രാജ്യത്തിൻ്റെ അണ്ടറിലാണ് ആ കമ്പനി വന്നത്? ഷോൾട്ടോ ഓട്ടോമേഷൻ UK ബേസ്ഡ് കമ്പനിയാണ്. പക്ഷേ ഇവരുടെ പേരൻറ്റ് കമ്പനി ഹോങ്കോങ് ബേസ്ഡ് ആണ്. SKTV എന്ന് പറയും. ഓക്കെ, ഇപ്പം എൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വൈഫും ഈ സെയിം റോബോട്ടിക്സ് ആണ്, രാഹുൽ പഠിച്ച അതേ കോഴ്സ് തന്നെയാണ്. ഈവൻ രാഹുലിൻ്റെ ക്ലാസ്മേറ്റ് കൂടെ ആയിരുന്നു. അപ്പം വിത്തൗട്ട് എക്സ്പീരിയൻസ് ആണ് എൻ്റെ വൈഫ് ഈ ഒരു ഫീൽഡിൽ ജോലി അന്വേഷിക്കുക. ഞാൻ എൻ്റെ വൈഫിന് ചോദിക്കണമെന്നുള്ളൂ, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവാൻ വേണ്ടി കോമൺ ഡൗട്ട്സ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ഫീൽഡ്, ഒരു ടെക്നിക്കൽ ഫീൽഡിൽ ജോലി കിട്ടാൻ എത്രത്തോളം ഡിഫിക്കൽട്ടാണ് UK, അല്ലെങ്കിൽ എത്രത്തോളം എളുപ്പമാണ് UK? എൻ്റെ എക്സ്പീരിയൻസിൽ വളരെ കഷ്ടപ്പാടാണ് സ്കിൽഡ് ആയിട്ടുള്ളൊരു വിസ കിട്ടാൻ വേണ്ടി, സ്കിൽഡ് ജോബ് കിട്ടാൻ വേണ്ടി. പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ് റോൾ ആകുമ്പോൾ നല്ല കോമ്പറ്റീഷൻ കാണും. ഞാൻ തന്നെ ഏകദേശം 1000-ഓളം ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് 20ഓളം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. ഓക്കെ, ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു ഫീൽഡിൽ ഇൻ്റർവ്യൂ എങ്ങനെയാണ്? ഒരു ടെക്നിക്കൽ ജോബ് കിട്ടാൻ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് തന്നെയാണ്. നല്ല രീതിയിൽ ഹാർഡ് വർക്കും വേണം, കുറച്ച് ടാലൻറ്റഡും ആയിരിക്കണം ജോബ് കിട്ടാൻ വേണ്ടി. ഗ്രാജുവേറ്റ് റോൾ ആകുമ്പോഴത്തേക്കും ഒരുപാട് അപ്ലൈ ചെയ്യണം, ഒരുപാട് കോമ്പറ്റീഷൻ കാണും. അതെല്ലാം ഇൻ്റർവ്യൂസ് എല്ലാം ക്രാക്ക് ചെയ്യണം. മോസ്റ്റ്ലി ഗ്രാജുവേറ്റ് റോൾ ആകുമ്പോൾ തിയററ്റിക്കലി നല്ല അറിവ് വേണം. എപ്പോഴും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഡിമാൻഡ് കൂടുതലുള്ളത്. രാഹുല, ഇപ്പം എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. എൻ്റെ വൈഫ് ഇപ്പോൾ എനിക്ക് രാഹുലിനെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് രാഹുൽ. പോർച്ചുഗീസിലുണ്ടായിരുന്നു, പിന്നെ ഖത്തറിലുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വൈഫ് ഒരു ബിഗിനറാണ് ഇവിടെ, അല്ലെങ്കിൽ ഒത്തിരി റോബോട്ടിക്സ് പഠിക്കാൻ വന്ന മിക്ക സ്റ്റുഡൻസും ഇവിടെ ഒരു ബിഗിനറാണ്. ആ ബിഗിനർ പഠിച്ചിറങ്ങി കഴിയുമ്പം അവരോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്, മെയിനായിട്ട് തരാൻ പറ്റുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന മാസ്റ്റർ കോഴ്സിനെക്കാട്ടിയും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്കില്ലാണ് നിങ്ങൾക്ക് ജോലി തരാൻ പോകുന്നത്. ഇപ്പോൾ ഈ റോബോട്ടിക്സ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാനത്ത് ഞങ്ങൾ കോഴ്സ് റോബോട്ടിക്സ് കൺട്രോൾ ആൻഡ് ഓട്ടോമേഷനാണ്. ചിലർ ഓട്ടോമേഷൻ ഫീൽഡായിരിക്കും ഫോക്കസ് ചെയ്ത് പോകുന്ന, ചിലർ കൺട്രോൾ ഫീൽഡായിരിക്കും, ചിലർ റോബോട്ടിക്സ് ആയിരിക്കും. അപ്പോൾ ഈ ഫീൽഡിലേക്കുള്ള സ്കില്ലുകൾ റോബോട്ടിക്സ് ആണെങ്കിലൊക്കെ ഇന്ന പ്രോഗ്രാം ഇന്ന പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കുള്ള സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പോഴത്തെ റിലവൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഒരുപാട് സഹായം ചെയ്യും. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് UK ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവർ പഠിക്കേണ്ട ഏതെങ്കിലും കുറച്ച് കോഴ്സുകളുടെ പേരൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഓട്ടോമേഷൻ ഫീൽഡാണെങ്കിൽ PLC പ്രോഗ്രാമിംഗ് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും തോന്നുന്നു. കാര്യം ഓട്ടോമേഷനകത്താണെങ്കിൽ PLC ആണ്, ഇറ്റ്സ് ലൈക്ക് ബ്രെയിൻ. അപ്പം അതിൻ്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഓൾമോസ്റ്റ് ബാക്കി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സൈഡും ക്ലിയർ ആണെങ്കിൽ ജോലി കിട്ടാൻ ചാൻസസ് കൂടുതലായിരിക്കും. കാര്യം മിക്ക ജോബ് ഡിസ്ക്രിപ്ഷനകത്തും ഈ പ്രോഗ്രാമിംഗ് സൈഡ് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം ജോബ് ഡിസ്ക്രിപ്ഷനെല്ലാം ഞാനിത് കണ്ടിട്ടുണ്ട്. ഈ PLC പ്രോഗ്രാമിംഗ് അറിയാമല്ലോ, സിമെൻസ് കിയ പോർട്ടൽ അറിയോ, അല്ലെങ്കിൽ അലൻ ബ്രാഡ്ലിയുടെ PLC അറിയോ എന്നുള്ള ചോദ്യമുണ്ട്, ഈവൻ മെയിൻ്റനൻസ് റോളിലായ പൊല്യൂഷനിൽ. അപ്പോൾ അത് ഇവിടുന്ന് മാത്രമല്ല, അത് നമുക്ക് നാട്ടിൽ നിന്നും കുറച്ച് ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. ഇവിടെ എന്ന് പറയുന്നത് മാഞ്ചസ്റ്ററിൽ സിമെൻസിൻ്റെ
ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അവർ ഈ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാം ഇവിടെ അവർ ചാർജ് ചെയ്യുന്നത് £1,200, ഏകദേശം 1,20,000 രൂപയാണ് ഇവിടെ ഇവർ ചാർജ് ചെയ്യുന്നത്. നമ്മളെ നാട്ടിൽ ഞാനൊരു കോഴ്സ് കണ്ട 20,000 രൂപയ്ക്ക് വരെ ഈ കോഴ്സുകൾ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് കോഴ്സിൻ്റെ അത്രയും ഒരു ഹ്യൂജ് എമൗണ്ടിൻ്റെ ഡിഫറൻസ് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ നാട്ടിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റും ഇവിടെ കിട്ടുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണലായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ UK-യിലും വാലിഡ് ആണ്. ലോക്കലായിട്ട് നാട്ടിലൊരു സാധാരണ പഠിച്ച് സർട്ടിഫിക്കേഷനൊന്നും ഇല്ലാതെ കോഴ്സ് എടുക്കുന്നതിൽ വലിയ അർത്ഥമൊന്നും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളൊരു കോഴ്സ് ചേരുമ്പം അതിൻ്റെ സർട്ടിഫിക്കേഷന് ഇൻ്റർനാഷണൽ വാല്യൂ ഉണ്ടോ എന്ന് നോക്കണോ അല്ലേ? കാര്യം നമ്മൾ ഇൻ്റർനാഷണൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ടും നമ്മൾ ഇവിടുത്തെ നേറ്റീവ്സ് അല്ലല്ലോ. അപ്പം ഇവിടെ എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിക്കാൻ വേണ്ടേ, അതിനുവേണ്ടി അപ്പം ഇൻ്റർനാഷണൽ അഫിലിയേറ്റഡ് ആകുമ്പോഴത്തേക്ക് ഓക്കെ അവർക്കും അറിയാം ഓക്കെ ഇതൊരു വാലിഡ് പ്രൂഫാണ്. ഇപ്പം ശരിക്കും രാവിലെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണ്ടല്ലോ, ശരിക്കും അവിടെ എന്താണ് ചെയ്യണത് ആ കമ്പനിക്ക്? ജോബ് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് മൾട്ടി സ്കിൽഡ് മെയിൻ്റെനൻസ് എഞ്ചിനീയർ ആയിട്ടാണ്. ഞാൻ 5 കൊല്ലം ഒമാനിൽ പ്ലാന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഓട്ടോമേഷൻ ഫീൽഡ് തന്നെയായിരുന്നു എൻ്റെ ഫീൽഡ്. ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സ്മാർട്ട് കൺവീനിയൻസ് സ്റ്റോറാണ്. ലൈക്ക് റോബോട്ടിക്സ് ആണ് കൂടുതൽ, മെഷീനാണ് പിക്ക് ആൻഡ് പ്ലേസ് എല്ലാം ചെയ്യുന്നത്. സോ എൻ്റെ ജോബ് റോൾ എന്ന് പറയുന്നത് ആ മെഷീന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ മിനിമം ഡൗൺ ടൈമിൽ പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്ത് മാക്സിമം പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. ഈ ജോബിൻ്റെ ഒരു ശൈലി എങ്ങനെയാണ്? ഇതൊരു 8 to 4 ജോബാണോ അതോ എങ്ങനെയാണ്? നമ്മളെപ്പോഴും അവൈലബിൾ ആയിരിക്കണോ? മെയിൻ്റെനൻസ് റോൾ എന്ന് പറയുമ്പോൾ ലൈക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി. ലൈക്ക് ഇപ്പോൾ ഒരു ഫാക്ടറി ആണെങ്കിൽ അത് ചിലപ്പം 24 hours ആണെങ്കിൽ ഇപ്പം 24 hours ഈ റോളിലുള്ള ആരെങ്കിലും അവിടെ കാണണം. അപ്പം മോസ്റ്റ്ലി ഇതൊരു റോട്ട ഷിഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോണ്ടിനൽ ഷിഫ്റ്റ് ആയിരിക്കും. കോണ്ടിനൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 4 ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം, 4 ദിവസം ലീവ്, പിന്നെ 4 ദിവസം നൈറ്റ് ഷിഫ്റ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും. എൻ്റെ ഇപ്പോഴത്തെ ജോബിൽ എനിക്ക് അതൊരു ഈവനിങ് ഷിഫ്റ്റാണ്. 3 to 11 ആണ് എൻ്റെ ജോബ് ടൈമിങ്. കാര്യം 11 സ്റ്റോർ ക്ലോസ് ചെയ്യും, അതുകൊണ്ട് 7 സ്റ്റാർട്ട് ചെയ്യും. മോർണിംഗിലൊരു ഷിഫ്റ്റ് ഉണ്ട്, ഈവനിങ്ങിലൊരു ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പം ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യണവർ ഫേസ് ചെയ്യണ ഏറ്റവും വലിയ ചലഞ്ചസ് എന്താണ്? ചലഞ്ചസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം എൻ്റേതാണെങ്കിൽ ഓഫ് കോഴ്സ് ലൈക്ക് ഏതൊരു കമ്പനിയിലും ഒരു മാനേജർ കാണുമല്ലോ, അവരെന്തോരം പ്രഷറൈസ് ചെയ്യുന്നു നമ്മളെ ജോബിൽ, അതായിരിക്കും നമ്മളെ ചലഞ്ച്. ഇപ്പം എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാഹുൽ വർക്ക് ചെയ്യണത് വെൽ റെപ്യൂട്ടഡ് കമ്പനിയാണ്. ഇപ്പം രാഹുലിൻ്റെ ശമ്പളവും കാര്യങ്ങളും എല്ലാം അറിയാം. നമുക്കെല്ലാവർക്കും ഒരു ഡ്രീം സാലറി ഇപ്പോൾ കിട്ടുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ. ആ ഒരു ഇൻ്റർവ്യൂവിൽ രാഹുലിനെ എന്തുകൊണ്ടാണ് അവർ സെലക്ട് ചെയ്തതെന്ന് രാഹുൽ പേഴ്സണലി ഫീൽ ചെയ്യണത്? ഫസ്റ്റ് ആൻഡ് മോസ്റ്റ്ലി എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. മാസ്റ്റേഴ്സ് ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഇതൊരു റോബോട്ടിക്സ് കമ്പനിയാണ്, എനിക്ക് മാസ്റ്റേഴ്സ് ഇൻ റോബോട്ടിക്സ് ഉണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എൻ്റെ 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഓട്ടോമേഷൻ ആയതുകൊണ്ടാണ് എനിക്ക് എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് മിഡ് സീനിയർ ലെവലാണ്. ആ ഒരു പൊസിഷനിലേക്ക് എന്നെ എടുത്തതിൻ്റെ കാരണം എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. എക്സ്പീരിയൻസ് ആണല്ലേ. അപ്പം ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ UK-ലോട്ട് പഠിക്കാൻ വന്നില്ല എന്ന് തന്നെ വെച്ചോ, ഈ ഒരു ഫീൽഡിലുള്ളവർ പലരും നമ്മൾ ജോലിക്ക് കയറുമ്പോൾ തന്നെ ശമ്പളമാണ് നോക്കുന്നത്. ശമ്പളമാണോ ഇമ്പോർട്ടൻസ്, എക്സ്പീരിയൻസിനാണോ ഇമ്പോർട്ടൻസ് തുടക്കക്കാർ? എപ്പോഴും നമ്മളെ എക്സ്പീരിയൻസ് ആണ് മാറ്റർ, നമ്മളെ സ്കില്ലാണ് മാറ്റേഴ്സ്. ലൈക്ക് നമ്മളെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് നമ്മളൊരു ലെവൽ എത്തിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കിട്ടിക്കോളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് സ്കില്ലിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. രാഹുൽ ഫസ്റ്റ് ഈ ഒരു റോബോട്ടിക്സ് ഫീൽഡിലോട്ട് തുടങ്ങിയപ്പോൾ ഏറ്റവും ഒരു 5 വർഷം ഇപ്പോൾ ഖത്തറിലുണ്ടായിരുന്നു, അതിന് മുമ്പ് പോർച്ചുഗലിലേക്ക് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്തേക്കും ഏറ്റവും സ്റ്റാർട്ടിങ് സാലറി എത്രയായിരുന്നു? ഒമാനിൽ എൻ്റെ സാലറി എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് സാലറി 50,000 ആയിരുന്നു, ഇന്ത്യൻ റുപ്പി. അത് കഴിഞ്ഞ് ഇയർലി ഇൻക്രിമെൻ്റ് ഉണ്ടായിരുന്നു, അറൗണ്ട് 1 lakh വരെ അറ്റ് ദ എൻഡ് എനിക്ക് കിട്ടുമായിരുന്നു അവിടെ ഒമാനിൽ. പക്ഷേ ഇവിടെ ഇതൊന്നും അല്ല കേട്ടോ റേഞ്ച്. അതാണ് നമ്മൾ പല ആളുകളും, ഞാൻ ഒരു കാര്യം പേഴ്സണലി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മൾ പല ആളുകളും ഈ ഇൻസ്റ്റാ റീലിംഗ് ചെയ്യാറുണ്ട്. ഒരാൾ ചായ അടിക്കുന്നവർക്ക് മാസം 26,000 രൂപ കിട്ടുന്നുണ്ട്, ഒരു MBA-കാരന് 20,000 രൂപ ഉള്ളൂ. പക്ഷേ ആ MBA-കാരൻ ചെയ്യണ പണി വൃത്തിക്ക് ഒരു 3 വർഷം കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ ചായ അടിക്കാരൻ സ്റ്റിൽ 26,000-ലായിരിക്കും, പക്ഷേ MBA-കാരൻ അന്ന് ഒരു 80,000-ലായിരിക്കും. അവിടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തുടക്കത്തിൽ സ്ട്രഗിളുണ്ട്.
ഉറപ്പായിട്ടും ഏത് ജോലിക്കാണെങ്കിലും തുടക്കത്തിൽ സ്ട്രഗിളുണ്ട്. നമ്മളാരും ജനിച്ചപ്പോൾ തന്നെ എനിക്ക് കൈപ്പണി, എനിക്ക് കാർപ്പൻട്രി അറിയാം, എനിക്ക് മെക്കാനിക് അല്ല അറിയാം. നമ്മൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മളൊരു ലെവലിലെത്തുന്നത്. കാര്യം ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ആമസോൺ വെയർ ഹൗസിലേക്കും പോയി കഴിഞ്ഞാൽ മാസം 2 ലക്ഷം കിട്ടണവരുണ്ട്. ഈ റോബോട്ടിക്സ് പഠിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്നും ആളുകൾ, ഇപ്പോൾ രാഹുലിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം ഞങ്ങൾക്കൊരു ഫ്രണ്ട് സർക്കിളുണ്ട്, അവരിന്നും കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി വന്നിട്ടുണ്ട് അവിടെ 1600 പൗണ്ട് ഉള്ളൂ, പക്ഷേ എനിക്ക് ആമസോണിൽ പോയി വെയർ ഹൗസിൽ പോയി കഴിഞ്ഞാൽ വലിയ പണിയില്ല, ഒരു 2000 പൗണ്ട് കിട്ടുമെന്ന് പറയും. പക്ഷേ നിങ്ങൾ ഓർക്കണം കേട്ടോ, നിങ്ങൾ എത്ര നാൾ ആമസോണിൽ പണിയെടുത്താലും ഈ 2000 ആയിരിക്കും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്കില്ലും കിട്ടാൻ പോകില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പഠിച്ച ഫീൽഡിൽ എവിടെയെങ്കിലും ഒരു 1000 പൗണ്ടാണ് നിങ്ങൾക്ക് മാസം കിട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങളൊരു 6 അല്ലെങ്കിൽ ഒരു 1 ഇയർ അവിടെ നിന്ന് കഴിഞ്ഞ് ഒരു സ്കില്ലോടെ നിങ്ങൾ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ പറയണയാണ് കാശ്. അതിനെന്തെങ്കിലും പറയണ്ട. 100% നിങ്ങൾ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് മാർക്കറ്റ് ചെയ്യുക, നിങ്ങളെ തന്നെ സെയിൽ ചെയ്യുക. കാര്യം എനിക്ക് ഇന്നൊരു സ്കില്ലൊക്കെ ഉണ്ട്, എനിക്ക് നിങ്ങളെ ഈ കമ്പനിക്ക് വേണ്ടി എനിക്ക് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും, ഈ സർവീസൊക്കെ എന്നെ കൊണ്ട് പറ്റും ചെയ്തു തരാൻ. നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ മാർക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങളെ സാലറി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. വെയർ ഹൗസ് ജോലിയിലൊക്കെ എപ്പോഴും ഒരു ലിമിറ്റും ഉണ്ട്, ഒരു ജോബ് സെക്യൂരിറ്റിയും തീരെ കാണില്ല. ഇങ്ങനെയുള്ള ജോബൊക്കെ ആകുമ്പോൾ നമുക്ക് ആനുവലി പാക്കേജ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, ജോബ് സേഫ്റ്റി ഉണ്ട്. അഥവാ റെസിഗ്നേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നോട്ടീസ് പീരീഡ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. വെയർ ഹൗസ് ജോബ്സിലൊന്നും ഇങ്ങനെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അവർ നാളെ പറഞ്ഞാൽ നിർത്തിക്കോളെന്ന് പറഞ്ഞാൽ നിർത്തിപ്പോയേണ്ടി വരും നമുക്ക്. ഓക്കെ, ഇതൊരിക്കലും നമ്മൾ വെയർ ഹൗസിൽ പണിയെടുക്കണവരെ മോശപ്പെടുത്തിയോ അവർക്ക് ഹേർട്ട് ചെയ്യാൻ വേണ്ടിയോ പറയണല്ല, ഒരിക്കലും അല്ല. ഒരുപാട് ഒരുപാട് മാസ്റ്റേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ PSW എടുത്ത് 2 കൊല്ലം ഇങ്ങനെയുള്ള ജോലി ചെയ്ത് മനസ്സോടെ ഇങ്ങനെ ജോലി ചെയ്ത് ഇവിടുന്ന് ജീവിച്ച് പോണതിനേയും കാട്ടി നല്ലത് 2 മാസങ്ങളും ബ്രേക്ക് എടുത്ത് അപ്ലൈ ചെയ്ത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ബെറ്റർ പൊസിഷനിലോട്ട് എത്തും. ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ കോമ്പറ്റീഷനും അതേ കണക്ക് തന്നെ ഉണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുക, നമുക്ക് വേണ്ട സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുക ജോബ് റോളിനുള്ളത്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകും. ഓക്കെ, രാഹുൽ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒറ്റൊരു കാര്യം ചോദിക്കുകയാണ്. രാഹുൽ സ്റ്റുഡൻറ് പീരീഡിൽ എന്തൊക്കെ ജോലി ഈ UK ചെയ്തിട്ടുണ്ട്? എനിക്ക് പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫണ്ണായിരുന്നു. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 5 കൊല്ലം ഞാൻ എൻജിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേയൊക്കെ ജോലി ചെയ്യാം. എനിക്ക് ജോലി ചെയ്യുന്നതിൽ ഏത് ജോലിയാണെങ്കിലും ചെയ്യുന്നത് എനിക്ക് വലിയ മടിയൊന്നുമില്ല. ഞാൻ ഈവൻറ്റ് ആൻഡ് ഫെസ്റ്റിവലിന് പോയിട്ടുണ്ട്, ഈവൻറ്റ് ആൻഡ് ഫെസ്റ്റിവൽ സ്റ്റാഫായിട്ട് പോയിട്ടുണ്ട്, ബാർടെൻഡറായിട്ട് ചെന്നിട്ടുണ്ട്, വെയിറ്റിംഗ് സ്റ്റാഫായിട്ട് ചെന്നിട്ടുണ്ട്, വെയർ ഹൗസ് ജോബ് ചെയ്തിട്ടുണ്ട്, ഡെലിവറി ജോബ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു 2-3 മാസം ചെയ്യും, ഓക്കെ ഇത് മതിയായി, നെക്സ്റ്റ് അങ്ങനെയാണ് ഞാൻ കാശ് ഉണ്ടാക്കിയത്. എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. സത്യം പറഞ്ഞാൽ രാഹുലിൻ്റെ ആ ഒരു സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എനിക്കറിയാം രാഹുൽ എന്തൊക്കെ പണിക്ക് പോയിട്ടുണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ് പീരീഡിൽ അത്രയും നമ്മൾ 1 ആഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ രാഹുലിനെ വിളിക്കും, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ, ഞാൻ വേറെ സ്ഥലത്ത് കയറിയിട്ടോ. പക്ഷേ അതെന്ന് പറയണ ഈ സ്റ്റുഡൻറ് പീരീഡ് എന്ന് പറയണ നമ്മുടെ ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ പാർട്ട് ടൈം. എവിടെ പണിയെടുത്താലും നമുക്ക് 220 പൗണ്ട് കിട്ടും 2 ദിവസം പണിയെടുത്താൽ. പക്ഷേ വൺസ് നിങ്ങൾ PSW എടുത്തു കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ എത്ര മാസം ബ്രേക്ക് എടുത്തിട്ടാണ് ഈ ജോബ് കിട്ടിയത്? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഗോള് ഒരിക്കലും ഒരു ബാർടെൻഡറായിട്ട് ഇവിടെ 5-6 കൊല്ലം ജീവിക്കുക, അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് ജോബ് കാരനായിട്ട് 5-6 കൊല്ലം ജീവിക്കുക, അങ്ങനെയല്ലല്ലോ. ഞാനിവിടെ പഠിക്കാൻ മാസ്റ്റേഴ്സ് എടുക്കാനാണ് വന്നത്. എനിക്ക് എൻ്റെ ഫീൽഡിൽ തന്നെ എനിക്കൊരു ജോബ് വേണമെന്നും ആഗ്രഹമുണ്ട്. പാർട്ട് ടൈം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചിലവുകൾ, ഡേ ടു ഡേ ലൈഫ് നീങ്ങി പോകാൻ വേണ്ടി മാത്രമാണ് പാർട്ട് ടൈം ചെയ്യുന്നത്. അതല്ല, രാവിലെ ഏകദേശം 2 മാസം പണിയില്ലാതെ ഇരുന്നിട്ടുണ്ട് ഈ ജോബ് കിട്ടാൻ വേണ്ടിയില്ലേ? ഉറപ്പായിട്ടും 2 അല്ല, എനിക്ക് 4 മാസം വരെ ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട് പണിക്ക് പോവാതെ. കാര്യം ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് നമുക്ക് എപ്പോഴും ലീവ് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. 2 മാസത്തിൽ ഞാൻ 5 വട്ടം ലീവ് എടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി എന്നെ പുറത്താക്കുമ്പം ഞാൻ പോയി വേറെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വേറൊരു കമ്പനിയിൽ പാർട്ട് ടൈമിന് കയറും. അങ്ങനെയാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് രാഹുലിന്റെ ഒരു ശമ്പളം എന്ന് പറയുമ്പോൾ ഏകദേശം 3 മാസത്തെ വേറെ ശമ്പളമാണ്. അത് പറയാതിരിക്കാൻ പറ്റൂല. എന്താണെങ്കിലും ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു രക്ഷപ്പെടണം. അതുപോലെ ഞാൻ എൻ്റെ യൂട്യൂബിന് വേണ്ടിയും നല്ല കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ രാഹുലിന്? ഒരു കോട്ടായിട്ട് ഇവിടെ നിന്ന് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെന്നുള്ള രീതിയിൽ ഞാൻ ഇത്രയും പറഞ്ഞതിൽ എനിക്ക്
എനിക്ക് തോന്നിയ കാര്യമല്ലേ, നമ്മളെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ അബീസ്യൂക്കി ആണെങ്കിലും പുള്ളി വീഡിയോ വ്ളോഗറാണ്. അപ്പം പുള്ളി മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളി കണ്ടൻറ്റ് കണ്ടുപിടിച്ച് ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്ത് തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങൾ പുള്ളിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചീത്ത വിളിച്ച് പുള്ളി വളരുകയാണ്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നതായിരിക്കും അതിൽ നിന്ന്. സത്യം പറഞ്ഞാൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് രാജ്യത്ത് തന്നെയാണ് നിങ്ങൾ വന്നേക്കണം. നമുക്ക് വേറെ ഒരു എൻഗേജ്മെൻറ്റും ഇതിൽ കൂടുതലില്ല. നമ്മൾ നമ്മുടെ പണി ചെയ്യുക, നമ്മുടെ സ്കില്ല് വളർത്തുക. അതിൽ കൂടുതൽ നമുക്ക് ഇപ്പോൾ എന്താ പറയണ, നമുക്ക് വേറെ അറ്റാച്ച്മെൻ്റ് ഇല്ല. ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ വൈഫിൻ്റെ കാര്യം നോക്കണം. ഇപ്പം നാട്ടിലെ പോലെ നമുക്ക് കല്യാണം കൂടാൻ പോകണ്ട, അല്ലെങ്കിൽ സപ്പോസ് ഒരു പെരേ താമസം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കറക്കങ്ങൾ. ഇപ്പോഴാന്ന് പറഞ്ഞാൽ നൈസാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീഡിയോ നിർത്തുവാണ്. രാഹുലിനെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഈ ഒരു ഫീൽഡിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം. അതല്ല എൻ്റെ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ രാഹുലിൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ തരും. രാഹുൽ തരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ശമ്പളം ഞാൻ പറഞ്ഞുകൊണ്ട് നല്ല മെസ്സേജും കാര്യങ്ങളും വരുമെന്ന് എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അവരുടെ ഇൻസ്റ്റ ഐ ഡി വെച്ച് ഒത്തിരി പേര് പറയാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചോ. ഇവിടെ അടുത്താണ്, മാഞ്ചസ്റ്ററാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ്. എനിവേ സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ. Bye.